കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് പൊതുവെ ആർക്കും മതിപ്പൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനെതിരെ ആരാധകർ മത്സരങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു തലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും മുൻ ഇന്ത്യൻ താരവും ഒക്കെ ആയിട്ടുള്ള CK വിനീത് വന്നിട്ട് ആരാധകരുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ബാലൻസ്ഡ് ആയിരിക്കണം എന്ന തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ നടക്കുമോ ഇല്ലയോ എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ ഈ ഒരു ലീഗിനെ തന്നെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ഒരു ക്ലബിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓഡിയൻസ് സപ്പോർട്ടാണ്. ആ ഒരു ഫാൻ സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ ഈ ലീഗിൻ്റെ നടത്തിപ്പുകാർക്കും ബ്രോഡ്കാസ്റ്റേഴ്സിനും വരെ ഒരു ലീഗിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് സംശയമായിരിക്കും എന്നാണ് CK വിനീതിൻ്റെ നിരീക്ഷണം. അതിനെക്കാട്ടി ഉപരിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പോയി കഴിഞ്ഞാൽ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ പിന്മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന്. അങ്ങനെ 1-2 ബ്രാൻഡുകൾ ഓൾറെഡി പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ണർഷിപ്പിൽ നിന്ന്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ മത്സരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കരുത്, ഗാലറിയിലെത്തി സപ്പോർട്ട് ചെയ്യണം. അത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കും. അപ്പം പ്രതിഷേധത്തിൻ്റെ പേരിൽ ആരാധകർ മത്സരം കാണാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ്ലി താരങ്ങളെ കൂടി അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മളുടെ പ്രതിഷേധവും പ്രതികരണങ്ങളും ഒക്കെ വേണം. അത് മത്സരം ബഹിഷ്കരിച്ചുകൊണ്ടാവരുത്. പ്രതിഷേധത്തിനും പ്രതികരണത്തിനും ഒരു ബാലൻസ്ഡ് ഫോർമേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നടയിലായിരിക്കണം, അല്ലാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ഒഴിച്ച ഗാലറിയിൽ നടത്തിക്കൊണ്ടാവരുത് എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി പറയുന്നത് കറക്റ്റാണ്. യഥാർത്ഥ പ്രതിഷേധം നടക്കേണ്ടത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആസ്ഥാനത്താണെന്ന് പറയുമെങ്കിൽ പോലും അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേടിനെതിരെയുള്ള പ്രതിഷേധം മാത്രമായിട്ട് ഒതുങ്ങി പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സിസ്റ്റവും പിഴച്ചതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനവും പിഴച്ചതാണ്. പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നടക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ നൈസായിട്ട് ഈ മാഗ്നത്തിനെ പുട്ടിയടിക്കുന്ന പരിപാടിയോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.